നമസ്കാരം. പശ്ചിമേഷ്യയെ തീപിടിപ്പിച്ച സംഘർഷങ്ങൾക്ക് തുടക്കമിട്ട ഡൊണാൾഡ് ട്രംപ് ഇന്ന് പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ നേരിടുകയാണ്. ലോകം തന്നെ അമേരിക്കയെ മറികടന്ന് പുതിയ സഖ്യങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടം. ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയ പ്രതിസന്ധി പരിഹരിക്കാൻ ഫ്രാൻസും ബ്രിട്ടനും മുന്നിൽ നിന്ന് 40-ലധികം രാജ്യങ്ങളെ ഒന്നിപ്പിച്ച് നടത്താൻ പോകുന്ന അന്താരാഷ്ട്ര യോഗം. ഇത് വെറും സമാധാന ശ്രമമല്ല, അത് അമേരിക്കയുടെ ഏകാധിപത്യ നയങ്ങൾക്ക് ലഭിച്ച ഒരു തുറന്ന തിരിച്ചടിയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് വെള്ളിയാഴ്ച ലോക നേതാക്കളുടെ അടിയന്തര ഉച്ചകോടി സംഘടിപ്പിക്കുന്നു. 40 രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന ഈ വെർച്വൽ യോഗത്തിൽ ഇറാൻ പ്രഖ്യാപിച്ച വെടിനിർത്തൽ നിലനിർത്തുന്നതിനെ കുറിച്ചും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെ കുറിച്ചും വിശദമായ ചർച്ചകൾ നടക്കും. കടലിടുക്ക് തുറക്കുന്നതിനായി ഒരു പ്രത്യേക അന്താരാഷ്ട്ര ദൗത്യ സംഘത്തെ രൂപീകരിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിരോധത്തിന് മാത്രം ഊന്നൽ നൽകുന്ന ഈ ദൗത്യത്തിൽ സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന മുറയ്ക്ക് വിവിധ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക സേനയെ വിന്യസിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെർസ് എന്നിവർ പാരീസിൽ വെച്ച് ഈ ഉച്ചകോടിക്ക് നേതൃത്വം നൽകും.